താങ്കൾക്ക് ഇനി ഇവിടെ റോളില്ല, പക്ഷെ നിങ്ങളുടെ റോൾ ചെയ്യാൻ അവിടെ വേറെ ആരും ഇല്ല. നെയ്മർക്ക് ഇനി എന്താണ് ബ്രസീൽ ടീമിൽ റോൾ, അല്ലെങ്കിൽ ബ്രസീൽ ടീമിന് വേണ്ടിയിട്ട് നെയ്മർക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഇത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാല് 2023 ഒക്ടോബർ 17 ഉറുഗ്വേയായിട്ട് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലാണല്ലോ നെയ്മർക്ക് ഇടത്തെ മുട്ടുകാലിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം നെയ്മർക്ക് തിരിച്ചാ ഒരു ബ്രസീലിന്റെ നമ്പർ 10 മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല. നെയ്മറെ വർഷങ്ങളായിട്ട് 3 വർഷത്തോളം ബ്രസീലിയൻ ആരാധകരും അല്ലെങ്കിൽ നെയ്മർ ആരാധകരും ഒക്കെ ആ ജേഴ്സിയിൽ മിസ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അപ്പോ ഇന്നലെ ജൂൺ 25, 2026 ശരിക്കും പറഞ്ഞാൽ 981 ദിവസങ്ങൾ നെയ്മർ ബ്രസീലിയൻ ജേഴ്സിയിൽ കളിച്ചിട്ടേ ഇല്ലായിരുന്നു. ബ്രസീലിന്റെ ടീമിലേക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ജേഴ്സിയിലേക്ക് തിരിച്ചു കയറുക എന്നുള്ളത് വലിയൊരു കടമ്പയായിരുന്നു നെയ്മറെ സംബന്ധിച്ചിട്ട്. കാരണം കാർലോ അഞ്ചലോട്ടിയെ പോലെ ഒരു കർക്കശക്കാരനായ മാനേജർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആള് മുഖം നോക്കിയോ അല്ലെങ്കിൽ കളിക്കുന്ന സ്റ്റൈല് നോക്കിയിട്ടോ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു മാനേജർ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ആള് ടാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു മാനേജറാണ്. ഫിറ്റ്നസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാനേജറാണ്. അങ്ങനെ ഒരു മാനേജറോട് എത്തിയപ്പോ നെയ്മർക്ക് തിരികെ ബ്രസീൽ ടീമിലേക്ക് വരിക എന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ നെയ്മർ പലതവണ വീണ്ടും ഈ പരിക്കിന് ശേഷം നെയ്മർ വീണ്ടും പലതവണ ക്ലബ് ഫുട്ബോളിന്റെ മൈതാനങ്ങളിൽ വന്നിട്ടുണ്ട്. വലിയ വലിയ വിക്ടറീസ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ സാന്റോസിന്റെ മത്സരങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ സാന്റോസ് റെലഗേഷന്റെ വക്കിൽ നിൽക്കുമ്പോൾ അവസാനം 4 മത്സരങ്ങൾ വിജയിച്ചില്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു മത്സരം തോറ്റാൽ സാന്റോസ് പുറത്തേക്ക് പോകും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ആ 4 മത്സരങ്ങളിൽ നെയ്മർ തന്റെ പരിക്ക് കൂടി വെച്ചുകൊണ്ട് കളിച്ച് സാന്റോസിനെ പൊക്കിയെടുത്ത് കരക്കിട്ടത് നമ്മൾ കണ്ടതാണ്. അത് ഒരു മത്സരത്തിൽ നെയ്മർ ഹാട്രിക് ഒക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ 4 മത്സരത്തിലുള്ള എല്ലാ മത്സരങ്ങളിലും നെയ്മർ ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ആ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നെയ്മറുടെ റോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബ്രസീലിനെ ക്യാരി ചെയ്യുന്ന ഒരാൾ. ബ്രസീലിന്റെ ടീമിനെ ക്യാരി ചെയ്യാൻ ഇന്ന് കപ്പാസിറ്റബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്ലെയർ അത് നെയ്മർ മാത്രമാണ്. ആ ടീമിനെ ഒരാൾ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ വിത്തൗട്ട് നെയ്മർ ബ്രസീലിന്റെ ടീം എന്താണെന്നുള്ളത് നമ്മൾ കുറെ കാലമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ വിത്തൗട്ട് നെയ്മർ ബ്രസീൽ ഈസ് നത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ബ്രസീലിന്റെ കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ പെർഫോമൻസുകളും. പക്ഷെ നെയ്മർ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? നെയ്മർ വന്നു കഴിയുമ്പോഴത്തേക്ക് മെന്റാലിറ്റി ടോട്ടലി ടീമിന്റെ മാറും എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇപ്പോഴും ഫുട്ബോളിനെ ഭയങ്കരമായി വീക്ഷിക്കുന്ന അനലിസ്റ്റുകളൊക്കെ പറയുന്നത് നെയ്മർക്ക് ഇപ്പൊ അവിടെ റോളൊന്നും ഇല്ല. പ്രത്യേകിച്ച് കാർലോയുടെ അണ്ടറിൽ കാർലോ അഞ്ചലോട്ടി ഇപ്പോൾ നെയ്മറെ പോലെയുള്ള ഒരു പ്ലെയറിനെ ഒന്നും കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജർ അല്ല. ആള് എപ്പോഴും ടാറ്റിക്സിനും അതേപോലെ ഫിറ്റ്നസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പം ബോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറിനെ ഒന്നും ആളങ്ങനെ അത്രയ്ക്ക് കൺസിഡർഡ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെയ്മറുടെ ഫിറ്റ്നസ്, നെയ്മർക്ക് 90 മിനിറ്റ് ഒന്നും കളിക്കാനുള്ള കായിക ക്ഷമത ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഫാക്ട് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷേ നെയ്മർക്ക് പകരം ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബ്രസീലിന്റെ ടീമിൽ കിടപ്പുണ്ട്. നമ്പർ 10 ജേഴ്സിയിൽ അല്ലെങ്കിൽ നമ്പർ 10 ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കാൻ അല്ലെങ്കിൽ ഈ ടീമിനെ ക്യാരി ചെയ്യാൻ ആര് എന്നുള്ളതാണ്. ശരിയാണ്, വിനീഷ്യസ് 4 ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോ വിനീഷ്യസ് 4 ഗോൾ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നെയ്മറുടെ റോളിലേക്ക് വിനീഷ്യസിന് വരാൻ കഴിയുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നെയ്മറെ കൊണ്ടാവും, നെയ്മറെ കൊണ്ടേ പറ്റൂ. കാരണം ആ ഒരു ജേഴ്സിയിൽ ഒരു പ്രഷറും ഇല്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നെയ്മർ. ആ ജേഴ്സിയെ ആസ്വദിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നെയ്മർ. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ നെയ്മർ ഉള്ളത് എപ്പോഴും ബാക്കി ടീമിലുള്ള ബാക്കി അംഗങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ്. എന്തിനു പറയണം, ഓപ്പോസിറ്റ് ആരാണോ കളിക്കുന്നത് അവരുടെ ഡിഫൻഡേഴ്സിനും അവരുടെ മിഡ്ഫീൽഡേഴ്സിനും പുറത്ത് ടിവിയിൽ നിന്ന് കളി കാണുന്നവർക്കും ഒക്കെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു തീയാണ് നെയ്മർ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ. അപ്പൊ നെയ്മർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ബ്രസീൽ ടീമിൽ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബ്രസീൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, വളരെ നല്ല രീതിക്ക് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിനൊപ്പം നെയ്മർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രസീലിന് വളരെ വലിയ സാധ്യതകൾ കിടപ്പുണ്ട്. ബ്രസീലിന് പ്ലെയേഴ്സ് ഒത്തിരി ഉണ്ട്. എല്ലാം കൊണ്ടും ബ്രസീൽ ഒക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പോക്ക്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വേൾഡ് കപ്പിന് അരികിലേക്ക് തന്നെയാണ് ബ്രസീലിന്റെ പോക്ക് എന്നുള്ളതാണ്. അപ്പൊ നെയ്മർക്ക് ഇവിടെ റോളുണ്ട്. നെയ്മർക്ക് ചെയ്യാനും ചെയ്തു തീർക്കാനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും പരിക്കുകൾ വേട്ടയാടിയിട്ടും അങ്ങേര് ഇങ്ങനെ പിടിച്ചു നിന്ന് തിരിച്ചു കയറി വന്നത് ബ്രസീലിന് വേണ്ടിയിട്ടാണ്, ബ്രസീലിയൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓരോ ബ്രസീലിയൻ ആരാധകർക്ക് വേണ്ടിയിട്ടാണ്, ആ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ്. ഇത്രയും പരിക്കുകൾ ഒരു പ്ലെയറിനെ വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിരമിച്ച് പോകേണ്ടതാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹസാർഡ്.
ഹസാർഡ് മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ ഒപ്പം എത്തും എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഹസാർഡ് പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിരമിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. കാരണം പരിക്കായിരുന്നു, ഇഞ്ചുറി ആയിരുന്നു. അപ്പോ നെയ്മർക്ക് പറ്റിയ പോലെ ഇഞ്ചുറി അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നെയ്മർക്ക് പറ്റിയ പോലെ ഇഞ്ചുറി ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. തിയാഗോ സിൽവ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, നെയ്മർക്ക് പറ്റിയ പരിക്കുകളൊക്കെ മെസ്സിക്കായിരുന്നു പറ്റിയിരുന്നെങ്കിൽ മെസ്സി എന്നെ വിരമിച്ചു തന്നെയാണ്. മെസ്സി അത് പലയിടത്തും അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ നെയ്മർക്ക് റോളുണ്ട്, ആ ടീമിനെ ക്യാരി ചെയ്യാൻ ഒരാളുടെ ആവശ്യം അവിടെ ഉണ്ട്, ഒരു നെടുന്തൂണിന്റെ ആവശ്യമുണ്ട്. അത് മറ്റാർക്കും ആ റോള് ചെയ്യാൻ കഴിയില്ല, അത് നെയ്മറുടെ മാത്രം റോളാണ്. അപ്പോ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.